ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഒരിക്കൽ കൂടി എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ് പഠിച്ചത്. അതും 4 ക്വാഡ്രന്റിൽ പല പല രീതിയിൽ പല ഡിസ്റ്റൻസിൽ പോയിന്റ്സ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ അത് ഉൾക്കൊള്ളുമ്പോൾ XY ലൈനിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ പ്രൊജക്ഷൻസ് എന്താണ്, എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനുമാണ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് അറിയപ്പെടുന്നത്. പ്രൊജക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലെയിനുകളെയാണ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് 2 പ്ലെയിനെയും കൂട്ടിമുട്ടുന്ന ആ തലത്തിൽ കൂടി അല്ലെങ്കിൽ ആ പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ഒരു രേഖയാണ് റഫറൻസ് ലൈൻ എന്നും പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ആണ്. അനേകം പോയിന്റ്സ് ചേർന്നതാണ് ഒരു ലൈൻ എന്ന് പറയുന്നത്. അത് തന്നെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ പല പല രീതിയിൽ നിൽക്കുന്ന സമയത്ത് 6 കണ്ടീഷൻസ് ഉണ്ട്. ജനറൽ ആയിട്ട് 6 കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ലൈൻ, ഇപ്പൊ ഇത് ഒരു വടിക്കഷ്ണമാണ്, നിങ്ങൾക്കറിയാം. അപ്പൊ ഇത് ലൈൻ ആണ് നമ്മുടെ ഇതില് കൺസെപ്റ്റില്. ആ ലൈൻ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു തലമുണ്ട്, എന്റെ ബാക്ക് സൈഡിൽ ഒരു തലമുണ്ട്. അത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്, താഴെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. അപ്പൊ അത് രണ്ടിനും പാരലായിട്ടാണ്, ഈ തലത്തിനും താഴെയുള്ള തലത്തിനും പാരലായിട്ടാണ് ഈ ലൈൻ ഞാനിപ്പോ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാകും അതിന്റെ പ്രൊജക്ഷൻസ് വരിക? രണ്ടാമത്, ഇത് ഈ കേസിനെ പറയുന്നത് പാരലൽ ടു ബോത്ത് ദ പ്ലെയിൻസ്. നമ്മുടെ പ്ലെയിൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചത് ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ഇതെടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റഫറൻസ് പ്ലെയിൻസ്. അപ്പൊ ഇതില് വെർട്ടിക്കൽ പ്ലെയിൻ ഇതാണ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇതാണ്. ഞാൻ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഞാൻ അല്പം തിരിച്ചു വെക്കുന്നു. ഇനി ഈ ലൈൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ കണ്ടീഷനാണ് പറയുന്നത് ലൈൻ പാരലൽ ടു ബോത്ത് ദ പ്ലെയിൻസ്. 2 തലത്തിനും പാരലൽ ആയിരിക്കുന്ന സമയത്ത്. അപ്പൊ ഇതിൽ നിന്ന് വരയ്ക്കുന്ന പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ അതേ ലൈൻ നിങ്ങൾ കാണും. മുകളിൽ നോക്കുമ്പോൾ അതേ ലൈൻ മുകളിൽ നിന്ന് ടോപ്പ് വ്യൂവിലും കാണും. അപ്പൊ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യും എന്നുള്ള കൺസെപ്റ്റിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്ന ഈ വ്യൂവും താഴെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടുന്ന മറ്റൊരു വ്യൂവും കിട്ടും. അത് ടോപ്പ് വ്യൂ, ഇത് ഫ്രണ്ട് വ്യൂ. രണ്ടും ട്രൂ ലെങ്ത് കിട്ടും. ലൈൻ എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത് അതേപോലെ കിട്ടും. രണ്ടാമത്തെ കേസ്, ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ഏതെങ്കിലും ഒന്നിന് പാരലൽ, മറ്റതിന് പെർപെൻഡിക്കുലർ. കണ്ടോ, ഇതിന് ഇപ്പോ ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ, വെർട്ടിക്കൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ. നിങ്ങൾ ഇപ്പൊ നോക്കുമ്പോൾ ഈ ലൈനിന്റെ ഒരു പോയിന്റ് മാത്രമാണ് നിങ്ങൾ ഫ്രണ്ട് വ്യൂ കാണുക. അതേസമയം മുകളിൽ കൂടി നോക്കുമ്പോൾ ഇങ്ങനെ ലൈനിന്റെ ഫുൾ ലെങ്ത് വെർട്ടിക്കൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങളിത് ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ലൈനിന്റെ ടോപ്പ് വ്യൂ ഇങ്ങനെയും കിട്ടും, ഫ്രണ്ട് വ്യൂ ഒരൊറ്റ പോയിന്റ് ആയിട്ടും കിട്ടും. റഫറൻസ് ലൈൻ ഇത്. അതാണ് രണ്ടാമത്തെ കേസ്. ആ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ പെർപെൻഡിക്കുലർ ടു വൺ പ്ലെയിൻ ആൻഡ് പാരലൽ ടു അതർ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കേസ് അതിലെടുക്കുന്നത് പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതിൽ തന്നെ രണ്ടാമത്തെ കേസ് പെർപെൻഡിക്കുലർ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ. ഇങ്ങനെ നോക്കുമ്പോൾ നേരെ നിങ്ങൾക്ക് ആ വ്യൂ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ പ്ലെയിനിൽ ഫ്രണ്ട് വ്യൂ കിട്ടും. ഈ ലൈനിന്റെ ലെങ്ത് എത്രയാണോ ആ ലെങ്ത് തന്നെ ഇവിടെ കിട്ടും. മുകളിൽ കൂടി നോക്കുമ്പോൾ ടോപ്പ് വ്യൂ കിട്ടുന്നത് ഒരു പോയിന്റ് ആയിരിക്കും. ആ കേസാണ് ലൈൻ പെർപെൻഡിക്കുലർ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ. അത് മൂന്നാമത്തെ കേസ്. ദെൻ അടുത്തൊരു കേസാണ് ഇൻക്ലൈൻ ടു വൺ പ്ലെയിൻ ആൻഡ് പാരലൽ ടു അതർ. ഇങ്ങനത്തെ കേസിൽ ഇപ്പൊ ഹൊറിസോണ്ടൽ പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഈ ലൈൻ നിൽക്കുന്നത്, എന്നാൽ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലാണ്. കണ്ടോ, വെർട്ടിക്കൽ പ്ലെയിന് പാരൽ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ചരിഞ്ഞ ലൈൻ തന്നെയാണ് കാണുക, അതിന്റെ ട്രൂ ലെങ്ത് തന്നെ കാണും.
പക്ഷെ മുകളിൽ കൂടി നോക്കുമ്പോൾ അതിന്റെ ഒറിജിനൽ ലെങ്ത്, ശരിയായ ലെങ്ത് അല്ല കാണുക, അല്പം റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ലെങ്ത് ആയിരിക്കും കാണുക. അതാണ് നാലാമത്തെ കേസ്. ലൈൻ പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. അഞ്ചാമത്തെ കേസ് ഇതാ ഇങ്ങനെ, ലൈൻ ഇൻക്ലൈൻ ടു വെർട്ടിക്കൽ പ്ലെയിൻ. ഇൻക്ലൈൻ ടു വെർട്ടിക്കൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ ഇൻക്ലൈൻഡ് ആണ്, ആൻഡ് പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. നിങ്ങൾക്ക് കാണാം പാരലൽ ആയിട്ടാണ് ഞാൻ ഈ വടിക്കഷ്ണം പിടിച്ചിരിക്കുന്നത്. ആൻഡ് ഇൻക്ലൈൻ ടു കണ്ട, ഇൻക്ലൈൻഡ് ആണ്, ചരിച്ചാണ്. വെർട്ടിക്കൽ പ്ലെയിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ നേരെ നോക്കുമ്പോൾ ഈ ലൈനിന്റെ ലെങ്ത്തിന്റെ കുറവായിരിക്കും നിങ്ങൾ ഇങ്ങനെ കാണുക. ലൈൻ റെഡ്യൂസ്ഡ് ആയിട്ടായിരിക്കും കാണുക. അതേസമയം ടോപ്പ് വ്യൂവില് നിങ്ങൾ കാണുന്നത് ഇങ്ങനെ ഇതാ, ഇത് ഈ രീതിയിലായിരിക്കും ടോപ്പ് വ്യൂ കിട്ടുക, ചരിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രൊജക്ഷൻസ് എങ്ങനെ വരയ്ക്കും, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് കേസ്, അതാണ് സാധാരണഗതിയിൽ നമുക്ക് എക്സാമിന് വരിക, ഇൻക്ലൈൻ ടു ബോത്ത് ദ പ്ലെയിൻസ്. കണ്ടോ, ആദ്യം ഇത് പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആയിരുന്നു, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരച്ചപ്പോൾ പാരലൽ ഇൻക്ലൈൻ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, രണ്ട് പ്ലെയിനും ഇൻക്ലൈൻഡ് ആണ്. ആ സമയത്ത് നമ്മൾ രണ്ട് വ്യൂ, ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും ഒറിജിനൽ ലെങ്ത് കാണിക്കില്ല. അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കും, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഏത് രീതിയിൽ വരയ്ക്കണം. അപ്പൊ ഇതിന്റെ ആംഗിള്, ഈ ഡിസ്റ്റൻസ്, ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും എന്നുള്ള ഡിസ്റ്റൻസുകൾ തരും, ആംഗിൾ തരും. അതിൽ നിന്ന് ഈ വ്യൂസ് വരയ്ക്കണം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഇൻക്ലൈൻഡ് ലൈൻ നമ്മളിത് ഇങ്ങോട്ടേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നീട്ടിക്കഴിഞ്ഞാൽ, ഇത് ഏത് പ്ലെയിനാണോ ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നത് ആ പ്ലെയിനിൽ ചെന്ന് മുട്ടും. ആ മുട്ടുന്ന പോയിന്റിനെ ട്രേസ് എന്നാണ് പറയുക. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഹൊറിസോണ്ടൽ ട്രേസ് HT എന്നും, വെർട്ടിക്കൽ പ്ലെയിനാണ് ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനായിരിക്കും ചെന്ന് മീറ്റ് ചെയ്യുക, അതിനെ വെർട്ടിക്കൽ ട്രേസ് എന്നും പറയുന്നു. അപ്പൊ ഹൊറിസോണ്ടൽ ട്രേസ് ഉണ്ട്, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈന്, അത് ഏത് തലത്തിനാണോ ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നത് ആ തലത്തിൽ അതിന് ട്രേസ് ഉണ്ടാകും. ഹൊറിസോണ്ടൽ ട്രേസ് ആണ് ഉണ്ടാകുന്നെങ്കിൽ ആ ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇൻക്ലൈൻഡ് ആണ്. വെർട്ടിക്കൽ ട്രേസ് ആണ് ഉണ്ടാകുന്നെങ്കിൽ ആ ലൈൻ വെർട്ടിക്കൽ പ്ലെയിന് ഇൻക്ലൈൻഡ് ആണ്. രണ്ട് പ്ലെയിനും ഇൻക്ലൈൻഡ് ആണെങ്കിൽ രണ്ട് തലത്തിലും അതിന് ട്രേസസ് ഉണ്ടാവും, വെർട്ടിക്കൽ ട്രേസും ഹൊറിസോണ്ടൽ ട്രേസും ഉണ്ടാവും. കൂടാതെ രണ്ട് തലത്തിലും ഇൻക്ലൈൻഡ് ആണെങ്കിൽ ആ ലൈനിന്റെ ട്രൂ ലെങ്ത്തും കാണാൻ പറയും. ട്രൂ ലെങ്ത്തും വി ഹാവ് ടു ഡ്രോ ഇൻ ദാറ്റ് പ്രൊജക്ഷൻസ്. ആ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ട്രൂ ലെങ്ത്തും വരച്ച് കാണിക്കേണ്ടി വരും. അപ്പൊ പല പല കണ്ടീഷൻസിൽ നമ്മൾ ലൈൻസ് നിൽക്കുമ്പോൾ ഉള്ള ഫിഗേഴ്സ് ആണ് ഇവിടെ ഞാനിത് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, പാരലൽ ടു ബോത്ത് ദ പ്ലെയിൻസ്. AB എന്നുള്ള ലൈൻ ബ്ലൂ ലൈനിൽ കാണിച്ചിട്ടുണ്ട്. AB എന്നുള്ള ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ, ദിസ് ഇസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ദിസ് ഇസ് വെർട്ടിക്കൽ പ്ലെയിൻ. AB എന്നുള്ള ലൈൻ ഈസ് പാരലൽ ടു ബോത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ. നമ്മൾ നോക്കുന്നത്, വ്യൂവർ നോക്കുന്നത് ഈ രീതിയിലും മുകളിൽ നിന്നുമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇതിൽ നോക്കുമ്പോൾ AB-യുടെ ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടും. ദാറ്റ് ഈസ് A', B'. എപ്പോഴും ഫ്രണ്ട് വ്യൂവിനെ സ്മോൾ ലെറ്റേഴ്സ് ഡാഷ് ഇട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ടോപ്പിൽ കൂടി നോക്കുമ്പോൾ അതിന് നേരെ താഴേക്ക് അവിടെ പാരലൽ ലൈൻസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ വരയ്ക്കുമ്പോൾ രണ്ട് ലൈൻസും പാരലാണ്. ഇവിടെ ഈ രണ്ട് തലത്തിലും ചെന്നുമുട്ടും, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ചെന്നുമുട്ടും. അത് ജോയിൻ ചെയ്യുമ്പോൾ വരയ്ക്കുന്നതാണ് സ്മോൾ AB, ദാറ്റ് ഈസ് ടോപ്പ് വ്യൂ. ഒരു ലൈൻ രണ്ട് തലത്തിനും പാരലായിട്ട് നിൽക്കുമ്പോഴുള്ള വ്യൂസ് ആണ് ഇത്. ത്രിമാന ചിത്രമാണ് വരയ്ക്കുന്നത്. അപ്പൊ അത് 2 ഡയമെൻഷനൽ ആയിട്ട് നമ്മൾ വരയ്ക്കേണ്ടി വരും, കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അത് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ കേസ്, പാരലൽ ടു HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP. ഇങ്ങനെ നിൽക്കുന്നു, ലൈൻ ഇങ്ങനെ നിൽക്കുന്നു. PQ എന്നുള്ള ലൈൻ, PQ എന്നുള്ള നമ്മൾ വ്യൂവർ ഇങ്ങനെ ഈ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത്, ടോപ്പിൽ കൂടി നോക്കുന്ന സമയത്ത് ഈ ലൈനിന്റെ ഒരു പോയിന്റ് ആയിട്ടായിരിക്കും വെർട്ടിക്കൽ പ്ലെയിനിൽ ഫ്രണ്ട് വ്യൂ കിട്ടുക.
ഒരു പോയിന്റ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വൃത്തമാണ് കിട്ടുന്നത്. അത് തിക്നെസ് അല്ലെങ്കിൽ ഡയമീറ്റർ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് തിക്നെസ് ഒരു സർക്കിൾ ആയിട്ട് തോന്നും. ഇതാണെങ്കിൽ ഒരൊറ്റ പോയിന്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുക. അപ്പൊ വ്യൂവർ when views from this side the PQ line will appear as a dot or single point on vertical plane. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് Q dash P dash രണ്ട് പോയിന്റുകളുണ്ട്. ഫ്രണ്ടിലുള്ളത് ആദ്യം എഴുതും Q dash എന്ന് എഴുതും, ബാക്കിലുള്ളത് P dash എന്ന് എഴുതും. Then when you are viewing from top side മുകളിൽ കൂടി നോക്കുമ്പോൾ ആ ലൈൻ പാരലൽ ടു HP ആണ്. HP ക്ക് പാരലൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ കൃത്യമായ ലെങ്തിലെ PQ സ്മോൾ PQ എന്നുള്ള ലൈൻ അവിടെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അവിടെ കിട്ടും. ദാറ്റ് ഈസ് ടോപ്പ് വ്യൂ. മൂന്നാമത്തെ കേസിൽ പാരലൽ ടു VP ആൻഡ് പെർപെൻഡിക്കുലർ ടു HP ആണ്. ഇങ്ങനത്തെ കേസ് ഈ ഉത്തരം നിൽക്കുന്നു. അപ്പൊ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് RS എന്നുള്ള ലൈനാണ് അവിടെ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. RS എന്നുള്ള ലൈനിന്റെ ട്രൂ ഷേപ്പ്, ട്രൂ ലെങ്ത് വെർട്ടിക്കൽ പ്ലെയിനില്, ഇവിടെ വെർട്ടിക്കൽ പ്ലെയിനില് നിൽക്കുന്നതായിട്ടുണ്ടും, അതേപോലെ ടോപ്പിൽ നോക്കുമ്പോൾ ഒരൊറ്റ ഒരു പോയിന്റ് ദാറ്റ് ഈസ് RS, സ്മോൾ RS. ആദ്യം നമ്മൾ കാണുന്ന പോയിന്റ് R എന്നുള്ള പോയിന്റ് ആണ് നമ്മൾ ആദ്യം കാണുക. S പുറകിലാണ്, താഴെയാണ്. അപ്പൊ ഫസ്റ്റ് RS ദാറ്റ് ഈസ് ടോപ്പ് വ്യൂ. ഈ കേസ് പെർപെൻഡിക്കുലർ ടു HP ആൻഡ് പാരലൽ ടു VP. HP ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടും VP ക്ക് പാരലൽ ആയിട്ടും ലൈൻ നിൽക്കുമ്പോൾ വരുന്ന പ്രൊജക്ഷൻസ് അതിങ്ങോട്ട് നേരെ വരച്ചു, താഴേക്കും വരച്ചു. അപ്പൊ ഈ പച്ച ലൈൻസ് കാണിച്ചിരിക്കുന്ന എല്ലാം പ്രൊജക്ടേഴ്സ് ആണ്, റെഡ് ലൈനും പ്രൊജക്ടേഴ്സ് ആണ്. അതെന്താണെന്നുള്ള ഞാൻ പറയുന്നു. നാലാമത്തെ കേസാണ് ഇൻക്ലൈൻ ടു VP ആൻഡ് പാരലൽ ടു HP. പാരലൽ ടു HP ആൻഡ് ഇൻക്ലൈൻ ടു VP. ഇതിങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നു, ഈ ലൈൻ ചരിഞ്ഞു നിൽക്കുന്നു. ദാറ്റ് ഈസ് CD എന്നുള്ള ലൈനാണ്. അപ്പൊ ഇവിടെ വ്യൂവർ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഇതിന്റെ ട്രൂ ലെങ്ത് അല്ല വ്യൂവർ കാണുന്നത്, ഒരല്പം കുറഞ്ഞ ലെങ്ത് ആയിരിക്കും കാണുക. അപ്പൊ അത് C ഡാഷ് സ്മോൾ C ഡാഷ് D ഡാഷ് സ്മോൾ C ഡാഷ് D ഡാഷ് എന്നുള്ള ആ പോയിന്റ് രണ്ടെണ്ണം വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടും. അത് കൂട്ടി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ലൈനാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ, വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടും. ഇനി അപ്പൊ ഇത് വ്യൂവർ ഇവിടെ നോക്കുന്നു. ഇവിടെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ CD എന്നുള്ളത് ചരിഞ്ഞാണ് നിൽക്കുന്നത്, ഇൻക്ലൈൻ ടു വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ അതേപോലെ വെർട്ടിക്കൽ പ്ലെയിന് ഇൻക്ലൈൻഡ് ആയിട്ടും, അതായത് XYക്ക് ഇൻക്ലൈൻഡ് ആയിട്ടും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ സ്മോൾ CD എന്നുള്ള ലൈൻ കിട്ടുന്നു. മുകളിൽ കൂടി നോക്കുമ്പോൾ അതായത് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ചരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ലൈൻ തോന്നും. അഞ്ചാമത്തെ കേസ് ഇൻക്ലൈൻ ടു HP ആൻഡ് പാരലൽ ടു VP. ഈ രീതിയിൽ നിൽക്കുന്നു. VP ക്ക് പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത്, എന്നാൽ ഇൻക്ലൈൻ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. നമ്മുടെ തറനിരപ്പ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇൻക്ലൈൻ ടു ഒരു പ്രത്യേക ആംഗിൾ ഇൻക്ലൈൻ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മുടെ തറനിരപ്പിലും, ബട്ട് പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ, നമ്മുടെ ഭിത്തി വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. അപ്പൊ പാരലൽ ആയിട്ട് നിൽക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ ലൈനിന്റെ ട്രൂ ലെങ്ത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ട്രൂ ലെങ്ത് വെർട്ടിക്കൽ പ്ലെയിൻ നിൽക്കുന്നതായിട്ട് തോന്നും. ദാറ്റ് ഈസ് E ഡാഷ് F ഡാഷ്. EF എന്നുള്ള ലൈനാണ് ആ നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ടോപ്പിൽ നോക്കുമ്പോൾ EF എന്നുള്ള ലൈനിന്റെ ലെങ്ത് ട്രൂ ലെങ്ത് അല്ല കിട്ടുക, അല്പം റെഡ്യൂസ്ഡ് ആയിട്ടായിരിക്കും ആ ലൈൻ കാണുക. അപ്പൊ അതിൽ നിന്ന് നേരെ താഴേക്ക് പ്രൊജക്ടേഴ്സ് പെർപെൻഡിക്കുലർ ടു HP വരയ്ക്കുമ്പോൾ സ്മോൾ EF ആ ലൈനിന്റെ നീല കളറിൽ കാണിച്ചിരിക്കുന്നത് EF എന്നുള്ള ലൈൻ ഇൻക്ലൈൻഡ് ആണ്, അതിനാൽ നീളം കുറവായിട്ടാണ് നമുക്ക് കാണുക. ഇനി ആറാമത്തെ കേസിൽ ഇൻക്ലൈൻ ടു ബോത്ത് ദ പ്ലെയിൻസ്, രണ്ട് തലത്തിനും ഇങ്ങനെ. ഇപ്പൊ ഈ ആംഗിളില് ഹൊറിസോണ്ടൽ പ്ലെയിൻ തറനിരപ്പിന് ഇൻക്ലൈൻഡ് ആണ്, ഇവിടെ ഒരു ആംഗിളില് വെർട്ടിക്കൽ പ്ലെയിനും ഇൻക്ലൈൻഡ് ആണ് ഈ ലൈൻ. ആ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുന്ന ഒരാൾക്ക് ഇവിടെ നേരെ പ്രൊജക്ടേഴ്സ് ഇവിടെ വരയ്ക്കുമ്പോൾ ഇവിടെ ഇതിൽ ലെങ്ത് കുറവായിട്ടായിരിക്കും ഇവിടെ തോന്നുക, ഈ ലൈനിലെ ലെങ്ത് കുറവായിട്ടായിരിക്കും തോന്നുക. മുകളിൽ നോക്കുമ്പോഴും ആ ലൈൻ ലെങ്ത് കുറവായിട്ടായിരിക്കും തോന്നുക. അപ്പൊ ഇൻക്ലൈൻ ടു ബോത്ത് ദ പ്ലെയിൻസ്, ആ ലൈൻസ് എങ്ങനെയൊക്കെ നമുക്ക് പ്രൊജക്ഷൻസ് വരയ്ക്കാം.
അതാണ് നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്യുക. അപ്പൊ അതിനു മുൻപായിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. സോ നോട്ട് ഡൗൺ ദാറ്റ് റൂൾസ്. ഞാൻ അവിടെ PDF തന്നതാണ്, എന്നിരുന്നാൽ പോലും നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. റൂൾസ് ഓഫ് പ്രൊജക്ഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്. റൂൾസ് ഓഫ് പ്രൊജക്ഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്. ലൈൻസിന്റെ പ്രൊജക്ഷനിൽ ചെറിയ റൂൾസ് ഉണ്ട്. 1. If a line is parallel to any one of the reference plane, if a line is parallel to any one of reference plane, its projection on that plane will show the true length. ഇപ്പൊ ഇത് ഒരു ലൈനാണ്. ആ ലൈൻ ഏതെങ്കിലും ഒരു തലത്തിന് പാരലൽ ആയിട്ട് നിൽക്കുന്നെങ്കിൽ, ഇതിന് പാരലൽ ആണെങ്കിൽ ട്രൂ ലെങ്ത് ഈ തലത്ത് കിട്ടും, ഇതിന് പാരലൽ ആണെങ്കിൽ ട്രൂ ലെങ്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ കിട്ടും. അതാണ് ഫസ്റ്റ് റൂൾ, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു സംഗതി. സെക്കൻഡ് വൺ, ഇഫ് എ ലൈൻ ഈസ് പാരലൽ ടു എനി ഓഫ് ദ റെഫറൻസ് പ്ലെയിൻസ്, ഇഫ് എ ലൈൻ ഈസ് പാരലൽ ടു എനി ഓഫ് ദി റെഫറൻസ് പ്ലെയിൻസ്, its projection on that plane, its projection on that plane will show the true inclination. Then if a line is parallel to any of the reference planes, if a line is parallel to any of the reference planes, its projection on other plane will be parallel to XY line. Its projection on the other reference plane, if a line is parallel to any of the reference planes, its projection on the other reference plane will be parallel to XY. Next, if a line is inclined to any of the reference planes, if a line is inclined to any of the reference planes, its projection on that plane will have, its projection on that plane will have a length shorter than the true length of the line. Its projection on that plane will have a line having length shorter than the true length of the line. അതായത് ഒരു തലത്തിന് ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൊജക്ഷൻ, ഇതിൽ കിട്ടുന്ന പ്രൊജക്ഷൻ ആ ലൈൻ ഇതിന്റെ ട്രൂ ലെങ്തിനേലും ചെറുതായിരിക്കും എന്നാണ് പറഞ്ഞത്. അഞ്ചാമത്തത്, the length of top view of a line, the length of top view of a line depends only on the true inclination of the line with HP. The length of top view of a line depends only or solely on the true inclination of the line with HP. Okay. ആറാമത്തെ പോയിന്റ്, the length of the front view, the length of the front view of a line, the length of the front view of a line depends solely on the true inclination with the VP. ഏഴാമത്തെ പോയിന്റ്, if a projection of a line on a reference plane, within brackets top view or front view, has its true length, its inclination with the XY line indicates the true inclination of the line with other plane. എട്ടാമത്തെ പോയിന്റ്, if a line is parallel to both reference plane, if a line is parallel to both reference plane, it will not have traces. If a line is inclined to HP, if a line is inclined to HP,
ഇറ്റ് വിൽ ഹാവ് എ ഹൊറിസോണ്ടൽ ട്രേസ്. ഒരു എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടൊരു ലൈൻ ഉണ്ടെങ്കിൽ അതിന് നേരെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ ട്രേസ് ഉണ്ടാകും. നെക്സ്റ്റ്, ഇഫ് എ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ടു വി പി, പത്താമത്തെ പോയിന്റ്, ഇഫ് എ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ടു വി പി ഇറ്റ് വിൽ ഹാവ് വെർട്ടിക്കൽ ട്രേസ് വി ടി. ഹൊറിസോണ്ടൽ ട്രേസിനെ എച്ച് ടി എന്നും ക്യാപിറ്റൽ എച്ച് ടി എന്നും വെർട്ടിക്കൽ ട്രേസിനെ വി ടി എന്നും ഡിനോട്ട് ചെയ്യുന്നു. ഇറ്റ് വിൽ ഹാവ് വി ടി. നെക്സ്റ്റ്, if a line is inclined to both HP and VP, if a line is inclined to both HP and VP, അതായത് ഈ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ചെന്ന് മുട്ടും. അതിനെ ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയും. അതേപോലെ ഇത് ചരിഞ്ഞിരിക്കുന്നത് വെർട്ടിക്കൽ പ്ലെയിനിൽ ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ ചെന്ന് മുട്ടുന്നതിനെ വെർട്ടിക്കൽ ട്രേസ് എന്നും പറയുന്നു. ഓക്കെ, then the front view of HT, അതിനെ H ഡാഷ് എന്നാണ് പറയുക. The front view of HT, horizontal trace ന്റെ front view, അതിനെ H ഡാഷ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. The front view H dash of HT will always be on XY line. അപ്പൊ നമുക്കിത് ഫ്രണ്ട് വ്യൂ, ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ ചരിഞ്ഞ ലൈൻ ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്നത് ഫ്രണ്ട് വ്യൂവിന്റെ ഇവിടെ XY-ലായിരിക്കും. അതുപോലെ ഈ ലൈനിന്റെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ കിട്ടുന്നത് XY ലൈനിലായിരിക്കും. ആ രണ്ട് പോയിന്റാണ് പറയാൻ പോകുന്നത്. ദ ഫ്രണ്ട് വ്യൂ H dash, small h dash of HT will be always on XY line. The top view small v, അവിടെ v എന്ന് മാത്രമേ ഉള്ളൂ, v ഡാഷ് ഇല്ല. നമ്മൾ ടോപ്പ് വ്യൂവിനെ സ്മോൾ ലെറ്റേഴ്സ് ഇട്ടാണ് ഡിനോട്ട് ചെയ്യുക, ഡാഷ് ഇടില്ല. ഫ്രണ്ട് വ്യൂവിനെ എന്ത് ഡിനോട്ട് ചെയ്താലും ഡാഷ് ഇട്ട് നൊട്ടേഷൻ കൊടുക്കും. The front view small v of vertical trace will be always on XY line. അപ്പൊ അത്രയും പോയിന്റ്സ് വായിച്ച് പഠിക്കുക. എന്നിട്ട് നമ്മൾ പ്ലെയിൻസ് ഉണ്ടാക്കിയിട്ട് ബുക്കിന്റെ പാളിങ്ങനെ തുറന്നു നോക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റായി ഒരു ചെറിയ ഈർക്കിൽ കഷ്ണോ ഒരു വടി കഷ്ണോ വെച്ചിട്ട് ഈ കണ്ടീഷൻസ് വരുമ്പോഴും വേണമെങ്കിൽ ഒരു ടോർച്ചോ ഒരു മൊബൈലിന്റെ ടോർച്ചോ ഉപയോഗിച്ച് വെളിച്ചടിച്ചു നോക്കുക. അപ്പൊ ഇമേജ് എങ്ങനെയാണ് കിട്ടുന്നത്? ഹൊറിസോണ്ടൽ പ്ലെയിനിലും വെർട്ടിക്കൽ പ്ലെയിനിലും ഈ 6 രീതിയിൽ ഈ ലൈൻ നിൽക്കുമ്പോൾ ഇമേജ് എങ്ങനെ കിട്ടുന്നു അത് ഒന്ന് പഠിച്ചു വയ്ക്കുക. അത് ഇതേപോലെ ബുക്കിന്റെ പേജുകൾ ഞാൻ PDF ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിരുന്നു ക്ലാസ് റൂമിൽ. അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് നോക്കുക. അത് നോക്കിയ ശേഷം ഈ വീഡിയോയും കൂടി ഒത്തു നോക്കുക. ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കും വരിക. അപ്പൊ ഇത് രണ്ടും ഫസ്റ്റ് കേസിൽ ഞാൻ വേറൊരു കളർ വെച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് കേസിൽ വരുക ഇത് റഫറൻസ് ലൈൻ വരും. ഈ AB എന്നുള്ള സ്മോൾ A ഡാഷ് B ഡാഷ് ഫ്രണ്ട് വ്യൂ ഇവിടെയും വരും. താഴെ സ്മോൾ AB. ഈ ഡിസ്റ്റൻസ് ഈ AB എത്ര ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ഉയരത്തിൽ നിൽക്കുന്നു, വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് മുൻപിലോട്ട് തള്ളി നിൽക്കുന്നു അനുസരിച്ച് XY ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് മാറും. എത്ര ഉയരത്തിൽ നിൽക്കുന്നു അതിനനുസരിച്ചായിരിക്കും ഫ്രണ്ട് വ്യൂ XY നിന്ന് മുകളിൽ നിൽക്കുക. എത്ര വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് മുൻപോട്ട് തള്ളി നിൽക്കുന്ന അനുസരിച്ചിട്ട് AB XYയിൽ നിന്ന് താഴോട്ട് നിൽക്കും. നമ്മൾ പോയിന്റ്സ് വരച്ചപ്പോൾ അത് കണ്ടതാണ്. ഇനി രണ്ടാമത്തെ കേസിൽ PQ എന്നുള്ള ലൈൻ, PQ എന്നുള്ള ഈ ക്യാപിറ്റൽ PQ എന്നുള്ള ലൈൻ വെർട്ടിക്കൽ പ്ലെയിൻ പെർപെൻഡിക്കുലറും ഹൊറിസോണ്ടൽ പ്ലെയിനും പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ വ്യൂസ് വരിക ഇത് XY ലൈൻ, ദിസ് ഇസ് XY ലൈൻ. ഇത് നേരെ XY ലൈൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. വെർട്ടിക്കൽ പ്ലെയിന് കുത്തനെ നിൽക്കുന്നത്. അപ്പം ഒരു പോയിന്റ് ആയിരിക്കും ഇവിടെ കിട്ടുക. ഇവിടെ നേരെ താഴെ വെർട്ടിക്കൽ ലൈനും. ദിസ് ഇസ് PQ, സ്മോൾ PQ.
ഈ പി ക്യു വെർട്ടിക്കലായിട്ട് വരും. ഇതിന് നേരെ മുകളിലായിട്ട് ക്യൂ ഡാഷ് പി ഡാഷ് വരും. മൂന്നാമത്തെ കേസിൽ ക്യു ആർ എസ് എന്നുള്ളത് പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിനും പെർപെൻഡിക്കുലർ ടു ഹൊറിസോണ്ടൽ പ്ലെയിനും ആണ്. അപ്പോൾ അത് കിട്ടുക എക്സ് വൈ ലൈൻ ഇങ്ങനെ വരും. ഫ്രണ്ട് വ്യൂ ആർ ഡാഷ് എസ് ഡാഷ് ആർ ഡാഷ് എസ് ഡാഷ്, താഴെ സ്മോൾ ആർ എസ് ഒരു ഡോട്ട് ആയിട്ടായിരിക്കും കിട്ടുക. ദെൻ നാലാമത്തെ കേസിൽ ഇൻക്ലൈൻ ടു വൺ പ്ലെയിൻ ആണ്, ഇൻക്ലൈൻ ടു വെർട്ടിക്കൽ പ്ലെയിൻ. ഫ്രണ്ടിൽ കൂടി നോക്കുന്ന വ്യൂ ഒരു ചെറിയൊരു ലൈൻ ഉള്ള ലൈനിൽ ട്രൂ ലെങ്തിൽ കുറവായിട്ടായിരിക്കും. താഴത്തെ ടോപ്പ് വ്യൂ ഇങ്ങനെ ചെരിഞ്ഞായിരിക്കും കിട്ടുക, ഇത് നേരെ താഴേക്ക്. അത് സി ഡാഷ് ഡി ഡാഷും സിയും ഡിയും സ്മോൾ സി ഡി. അഞ്ചാമത്തെ കേസിൽ പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻഡ് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പൊ അത് എക്സ് വൈ ലൈൻ ആദ്യം വരയ്ക്കും. എക്സ് വൈ ലൈൻ വരച്ചു. ഈ ഇൻക്ലൈൻ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയതുകൊണ്ട് എക്സ് വൈക്ക് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഫ്രണ്ട് വ്യൂ കിട്ടുക. സ്മോൾ എഫ് ഡാഷ് ഇ ഡാഷ് ഇ ഡാഷ് എഫ് ഡാഷ് ട്രൂ ലെങ്ത് തന്നെ കിട്ടും. ഈ ഇൻക്ലിനേഷൻ ഒക്കെ നമുക്ക് കിട്ടും. ഡിസ്റ്റൻസ് ഈ ഇ എന്നുള്ള പോയിന്റ് എത്ര ഉയരത്തില്, എഫ് എന്നുള്ള പോയിന്റ് എത്ര ഉയരത്തിൽ നിൽക്കുന്നു അതനുസരിച്ചായിരിക്കും ഇവിടെ കിട്ടുക. ഇനി അതിന്റെ ടോപ്പ് വ്യൂ കിട്ടുക ഒരു ചെറിയൊരു പാരലൽ ലൈൻ, എക്സ് വൈക്ക് പാരലൽ ആയിട്ടുള്ള ലൈൻസ്. ദെൻ ലാസ്റ്റ് കേസിൽ കിട്ടുക എക്സ് വൈക്ക് എക്സ് വൈ ഇവിടെ വരയ്ക്കും. രണ്ടും ഇൻക്ലൈൻഡ് ആണ്. ഇപ്പൊ മുകളിലും താഴെയും, മുകളിലും കിട്ടുന്ന ഇൻക്ലൈൻഡ് ആയിരിക്കും, താഴെ കിട്ടുന്നതും ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും. ആ ഇൻക്ലൈൻഷൻ കാണാനായിട്ട് വേറെ മാർഗങ്ങളുണ്ട്. പെട്ടെന്ന് നമുക്ക് ആ ഇൻക്ലൈൻഡ് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഈ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുക. അപ്പൊ അതിനു മുൻപായിട്ട് യു ഹാവ് ടു ഗോ ത്രൂ ദിസ് വീഡിയോ തറലി, നന്നായിട്ട് ഇത് വീഡിയോ നന്നായിട്ട് കാണണം. 2-3 പ്രാവശ്യം ഇത് കണ്ടിട്ട് ഇടയ്ക്ക് പോസ് ചെയ്തിട്ട് ഓരോ കണ്ടീഷൻസും നമ്മളിപ്പോ എഴുതിയ റൂൾസ് ഈ പറഞ്ഞ ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത അത് തന്നെയാണ് നമ്മൾ വേർഡിങ്സ് ആയിട്ട് 10 എണ്ണം എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ട്രേസ് ഇ എഫ് എന്നുള്ള ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മുട്ടും. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻക്ലൈൻ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പൊ ആ ഹൊറിസോണ്ടൽ പ്ലെയിന് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനിന് ഹൊറിസോണ്ടൽ ട്രേസ് ആയിരിക്കും ഉണ്ടാകുക. അത് ഫ്രണ്ട് വ്യൂവില് ഇവിടെ കാണുക. ഇതിനെ എച്ച് ടി എന്നാണ് കാണുക. എച്ച് ടി എന്നാണ് ഡിനോട്ട് ചെയ്യുക ഹൊറിസോണ്ടൽ ട്രേസിനെ. ഇതിനെ എച്ച് ഡാഷ് ഇവിടെ ആയിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂവും കാണുക. അത് വരയ്ക്കാൻ നമ്മൾ പിന്നെ വരാം. അതുപോലെ വെർട്ടിക്കൽ പ്ലെയിൻ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ അതിങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെർട്ടിക്കൽ പ്ലെയിനിൽ വന്ന് മുട്ടും. ആണ് ഇത് വെർട്ടിക്കൽ ട്രേസ്. താഴെ കിട്ടുന്നത് ഇവിടെ സ്മോൾ വി ടോപ്പ് വ്യൂ, അതിന്റെ ടോപ്പ് വ്യൂ അവിടെയും കിട്ടും. അപ്പൊ ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പൊ അതിനു മുൻപായിട്ട് ഒരു ഐഡിയ കിട്ടാനായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ക്ലിയർ? കൃത്യമായിട്ട് ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമേ ഉള്ളൂ 6 കേസസ്. ഫസ്റ്റ് കേസ് പാരലൽ ടു ബോത്ത് ദ പ്ലെയിൻസ്. സെക്കൻഡ് കേസ് പാരലൽ ടു എനി ഓഫ് ദ പ്ലെയിൻ ആൻഡ് പെർപെൻഡിക്കുലർ ടു അതർ. ഹൊറിസോണ്ടൽ പ്ലെയിന് പാരലൽ ആകാം, വെർട്ടിക്കൽ പ്ലെയിന് പാരലൽ ആകാം. അപ്പൊ ആ കേസിൽ മറ്റേ പ്ലെയിന് ഹൊറിസോണ്ടൽ പ്ലെയിന് പാരലൽ ആണെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആവും. വെർട്ടിക്കൽ പ്ലെയിന് പാരലൽ ആണെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആവും. നാലാമത്തെ കേസിൽ ഹൊറിസോണ്ടൽ പ്ലെയിന് പാരലൽ, വെർട്ടിക്കൽ പ്ലെയിന് ഇൻക്ലൈൻഡ്. അഞ്ചാമത്തെ കേസിൽ ഹൊറിസോണ്ടൽ പ്ലെയിന് ഇൻക്ലൈൻഡ്, വെർട്ടിക്കൽ പ്ലെയിന് പാരലൽ. ലാസ്റ്റ് കേസിൽ 2 പ്ലെയിനും ഇൻക്ലൈൻഡ് ആയിട്ട്, അതായത് വെർട്ടിക്കൽ, ഇതിപ്പം ഞാനിപ്പോ കൈ പിടിച്ചിരിക്കുന്നത് ഇത് ഇൻക്ലൈൻ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് ഇൻക്ലൈൻ ടു വെർട്ടിക്കൽ പ്ലെയിൻ. അങ്ങനെ 6 കേസിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ലൈൻ നിൽക്കുമ്പോഴുള്ള പ്രൊജക്ഷൻസ് ആണ് നമുക്ക് വരയ്ക്കാനുള്ളത്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.